മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ലൈംഗികാഭാസങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാം ഭാവിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വമ്പിച്ച പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വന്നതും നമ്മൾ വർത്തമാനകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നന്മകളെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിനെ കൂടുതൽ അടുത്ത് അറിഞ്ഞ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല അലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം നന്മയുടെ മതമാണ്. മനുഷ്യർക്കാകമാനം നന്മ മാത്രം വരണമെന്ന് ആണ് ഇസ്ലാം കൽപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പറയപ്പെട്ട കാര്യം എത്രത്തോളം ശരിയാണ് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. എന്നാൽ നന്മയുടെ മതമായ ഇസ്ലാമിനെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ മോശം മതമാക്കി ചിത്രീകരിക്കാനും ക്രൂരതയുടെയും അതേപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും മതമാക്കി ചിത്രീകരിക്കാനുമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എക്കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. അതിനവർ പലതരത്തിലുള്ള ന്യായവാദങ്ങളാണ് ഉന്നയിക്കാറുള്ളത്. ഇസ്ലാമിൻ്റെ പലതരത്തിലുള്ള വിശ്വാസ, ആചാര, അനുഷ്ഠാന കാര്യങ്ങളെയെല്ലാം മുന്നിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ബാലിശമായ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിമർശിക്കുന്നത് നമ്മൾ കാണാറുള്ളത്. പലപ്പോഴും ഈ വിമർശനങ്ങളൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്നും ശരിയോട് തീരെ യോജിക്കാത്തതാണെന്നും നമുക്ക് കാണാൻ സാധ്യമാകും. ഇസ്ലാമിനെതിരെ ഉയർത്തപ്പെടുന്ന വിമർശനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതെല്ലാം ഒന്നുകിൽ കെട്ടിച്ചമച്ച ദുരാരോപണങ്ങൾ മാത്രമാണ് എന്നും അല്ലെങ്കിൽ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. അതല്ലാത്ത വസ്തുനിഷ്ഠമായ ഒരു വിമർശനം ഇസ്ലാമിൻ്റെ പേരിൽ ഉന്നയിക്കാൻ ചരിത്രത്തിൽ ഇന്നോളം ഒരാൾക്കും സാധ്യമായിട്ടില്ല എന്നത് ഇവിടെ പകൽ പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ അടക്കം വിമർശകരെ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ കൃത്യമായ രൂപത്തിൽ ന്യായമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കൂ എന്നാവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം വിമർശിക്കാൻ കഴിയുമെങ്കിൽ, ഇസ്ലാം തെറ്റാണെങ്കിൽ, ഖുർആൻ ശരിയല്ല എങ്കിൽ സമാനമായത് നിങ്ങൾ കൊണ്ടുവരൂ എന്നൊക്കെ ഇസ്ലാം കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനുടെയും അല്ലാതെ നമുക്ക് പ്രഖ്യാപനങ്ങൾ, വെല്ലുവിളികൾ കാണാൻ സാധ്യമാകും. എന്നാൽ അതൊന്നും നോക്കാതെ ഇസ്ലാമിനെ വെറുതെ വിമർശിക്കുകയും ആ വിമർശനങ്ങളൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ വലിയ സംഭവങ്ങളാക്കി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുക. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാം എത്രത്തോളം നന്മയാണ് എന്ന്, സുന്ദരമാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. പലപ്പോഴും വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പല ആളുകളും പോകാറുള്ളത്. ആ വിമർശനങ്ങളുടെ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളുടെ, വസ്തുതകളുടെ പിന്നാലെയൊക്കെ പോയി ശരിയല്ലാത്ത രൂപത്തിലുള്ള വാർത്തകൾ കിട്ടി അതിൽ നിന്നും സംശയമുളവാകുന്ന അവസ്ഥാവിശേഷം ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാം എത്ര മനോഹരമാണ് എന്നും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എത്ര ലളിതമാണ് എന്നും അത് സമൂഹത്തിൽ എത്രത്തോളം ഉപകാരപ്രദമാണെന്നും മനസ്സിലാകും. വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ദീനിൻ്റെ കൽപ്പനകൾ എത്രത്തോളം സുന്ദരമാണെന്ന് നമുക്ക് ബോധ്യമാകും. 7-ാം അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ വചനം. ഈ ഒരൊറ്റ വചനം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ എന്താണ് എന്നതിൽ കൃത്യവും വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. 156-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 157 നമുക്ക് കാണാൻ സാധ്യമാകാം. വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ രേഖപ്പെടുത്തിയ ആളുകൾ, ആ ആളുകളുടെ ഗുണങ്ങൾ, അവരുടെ ശ്രേഷ്ഠതകൾ എന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളുടെ മേന്മ എന്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ ആളുകൾ ആരാണ്? വിശ്വസിച്ച, ധർമ്മനിഷ്ഠ പാലിച്ച ആളുകൾ ആരാണ്? അല്ലദീന യത്തബിഉന റസൂൽ അന്നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ധർമ്മനിഷ്ഠ പാലിച്ച, വിജയിച്ച, രക്ഷപ്പെട്ട ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് ആ പ്രവാചകനെക്കുറിച്ച് അല്ലാഹു തുടർന്ന് പറയുന്നു, അന്നബി അൽ ഉമ്മി. ആ പ്രവാചകൻ ആരാണ്? നിരക്ഷരനായ ഒരു നബിയാണ്, പ്രവാചകനാണ്. നിരക്ഷരനായ, അക്ഷരവിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത്. ആ പ്രവാചകനെക്കുറിച്ച് തൗറാത്തിൽ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
തൗറാത്തിൽ ഈ പ്രവാചകനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, ഇങ്ങനെ ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട് എന്ന് മക്കയിൽ ജീവിച്ചിരുന്ന ജൂതന്മാരായ മുശ്രിക്കുകളായ ആളുകൾ കൃത്യമായി ബോധ്യമുണ്ട്. ആ പ്രവാചകനാണത്. മാത്രമല്ല വലിയ ഇഞ്ചിയിൽ ക്രിസ്ത്യാനികൾക്ക് അവർ സ്വീകരിച്ചു പോന്നിരുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇറക്കപ്പെട്ട ഇഞ്ചിയിലും ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള കൽപ്പനയുണ്ട്. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്ത പ്രവർത്തനം എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു പറയുന്നു. ആ കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കി. ഇത് മാത്രമാണ് ദീനിലുള്ളത്. അപ്പോൾ നമുക്ക് ദീനിൻ്റെ മഹാത്മ്യവും ഇതിൻ്റെ മനോഹാരിതയും സൗന്ദര്യം നമുക്ക് ബോധ്യമാകും. അള്ളാഹു പറയുന്നു, ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫ്. ആ പ്രവാചകൻ കൽപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം അത് മഅറൂഫ്, അത് നന്മകൾ മാത്രമാണ്. നല്ല കാര്യങ്ങൾ, നന്മകൾ മാത്രമാണ് ആ പ്രവാചകൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചക നിയോഗത്തിൻ്റെ ഉദ്ദേശമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതിൻ്റെ കൃത്യമായ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉള്ളവ നിയുക്തനായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന് വലിയ ഉന്നതനായ സ്വഭാവത്തിനുടമയായിരുന്നു. അൽ അമീൻ, സത്യസന്ധൻ എന്നാണ് ജാഹിലിയ കാലം മുതൽ തന്നെ പ്രവാചകനെ ആളുകൾ വിളിച്ചിരുന്നത്. ആ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു സ്വഭാവ ദൂഷ്യം പോലും അന്നത്തെ ആളുകൾക്ക്, മുശ്രിക്കുകൾക്ക് പോലും പ്രവാചകനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ശത്രുവായിരുന്ന സമയത്ത്, ഇസ്ലാം സ്വീകരിക്കാത്ത സമയത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ രാജാവിനോട് പറഞ്ഞ മറുപടികൾ ഇന്നും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റസൂലിനെക്കുറിച്ച് മോശപ്പെട്ട ഒരു അഭിപ്രായം പറയാനില്ല. അദ്ദേഹം സത്യസന്ധനാണ്, അൽ അമീനാണ്, നല്ല സ്വഭാവത്തിനുടമയാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പ്രവാചകൻ നന്മകൾ മാത്രമാണ് നമ്മോട് കൽപ്പിച്ചുള്ളത്. ഇസ്ലാമിൻ്റെ കൽപ്പനകളിലെല്ലാം നന്മകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇസ്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു കാര്യം സമൂഹത്തിനോ വ്യക്തികൾക്കോ നാടിനോ എന്തിനെങ്കിലും ഭൂമിക്കോ പ്രകൃതിക്കോ മോശമായ ഒരു കാര്യം ഒന്നിനും കാണാൻ കഴിയില്ല. ഇസ്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാത്തിനും നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താണ്? ഇത് ഉണ്ടാക്കിയത്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ലോകത്തെയും മനുഷ്യനെയും പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൽപ്പിച്ച നന്മകളാണ്. വയൻഹാകും അനിൽ മുൻകർ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ എല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ, മുൻകറായ മോശപ്പെട്ട നിന്ദ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം നിങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. വയുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ഇസ്ലാം നിങ്ങൾക്ക് നന്മയായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടില്ല. ഇസ്ലാം ഹലാലാക്കിയിട്ടുള്ള നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞത് എല്ലാം ത്വയ്യിബാത്തുകളാണ്. വയുഹദ്ദിമു അലൈഹിമുൽ ഖബായിസ്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബീസാത്തുകൾ, മ്ലേച്ഛമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളും ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി നമുക്ക് വ്യക്തമായി ഈ കാര്യം മനസ്സിലാകും. അന്യ സ്ത്രീകളുമായി കൊണ്ട് സംസാരിക്കുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് തെറ്റാണ്, ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ലൈംഗികാസ്വാദനം അത് തൻ്റെ ഭാര്യയിലൂടെ, തൻ്റെ ഭർത്താവിലൂടെ, സ്വന്തം ഇണയിലൂടെ മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാത്തവരുമായി ചെയ്താൽ പ്രശ്നം എന്താണ്? ശാസ്ത്രം കൃത്യമായിക്കൊണ്ട് അത് ബോധ്യപ്പെടുത്തി നൽകുന്നു. പല തരത്തിലുള്ള അസുഖങ്ങൾ അതുവഴി ഉണ്ടാകും. നിങ്ങൾ പലിശ ഭുജിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. പലിശയെ ഹറാമാക്കുന്നു. ലോണെടുത്തും അല്ലാതെയും കുടുങ്ങിക്കിടക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹറാമാക്കിയ പലിശ അത് മോശമാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മദ്യം, ചൂതാട്ടം, പന്നിമാംസം തുടങ്ങി എന്തൊക്കെ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമൂഹത്തിനും വ്യക്തികൾക്കും നന്മകൾ മാത്രമുള്ളതാണ്. എന്നാൽ തൊയ്യബായ കാര്യങ്ങളൊന്നും ഇസ്ലാം നമുക്ക് നിഷിദ്ധമാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ശരീരത്തിനോ സമൂഹത്തിനോ ഒക്കെ ദോഷകരമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ തൊട്ട് വിലക്കിയിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു വീണ്ടും പറയുന്നു, വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം, അവർക്കുണ്ടായിരുന്ന ഭാരവും അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ മേൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇറക്കി വെച്ചിട്ടുണ്ട്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകളുടെ മേൽ കുറേ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പുരുഷന്മാർക്കിടയിൽ, അവരുടെയുള്ള ആളുകൾക്കിടയിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ തലച്ചുവടിലുണ്ടായിരുന്നു. എന്നാൽ ആ തലച്ചുവടും ഭാരങ്ങളും എല്ലാം ഇസ്ലാം ഇറക്കി വെച്ചു. അദ്ദീനു യുസ്റുൻ എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു, നിശ്ചയമായും ഈ ദീന് എളുപ്പമാണ്,
ഈ ദീന് എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രയാസമുള്ളതൊന്നും നിങ്ങൾക്കുണ്ടാക്കിയിട്ടില്ല. ഇസ്ലാം നിങ്ങൾക്ക് എളുപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യം മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് മത നിയമമാക്കിയിട്ടുള്ളൂ. നിങ്ങളെക്കൊണ്ട് എടുത്താൽ പൊന്താത്ത, നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവും പരിശുദ്ധമായ ദീന് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടില്ല. എല്ലാം എളുപ്പമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഭാരം ആ പ്രവാചകന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകും. സഹോദരന്മാരെ, ഈ ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നന്മകൾ, ഇസ്ലാമിൻ്റെ മഹാസിനുകൾ നമുക്ക് ബോധ്യമാകും. മനുഷ്യ സമൂഹത്തിന്, മനുഷ്യകുലത്തിന്, സമൂഹത്തിന്, ഈ ഭൂമി ലോകത്തിന് ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ഇസ്ലാം നമുക്ക് കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം ഭൂമിലോകത്തിനും മനുഷ്യനും സമൂഹത്തിനും എല്ലാം എളുപ്പമാണ് ഉണ്ടാക്കിയത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജീവികളോട് പോലും കാരുണ്യം കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ജീവികൾക്ക് പ്രയാസമുണ്ടാക്കുന്നത് ലിക്കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള നനുത്ത കരളുള്ള എല്ലാവർക്കും നന്മ ചെയ്യുന്നത് കൂലിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ അനാവശ്യമായി അകാരണമായി ഒരു ജീവിയെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട കാരണത്താൽ ഒരു പെണ്ണ് നരകത്തിൽ പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ആ ജീവിയെ ഉപദ്രവിക്കുന്നത് പോലും പ്രയാസമാണ്, തിന്മയാണ്, ശരിയല്ല, അതിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഏറ്റവും നല്ല പോസിറ്റീവായ ചിന്തയോടുകൂടി പഠനവിധേയമാക്കുന്നൊരു വ്യക്തികൾക്ക് ഇസ്ലാം നന്മയാണെന്ന് മനസ്സിലാകും. അങ്ങനെ പഠനവിധേയമാക്കിയ ആളുകളെല്ലാം ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മഹിതമായ ആശയത്തിലേക്ക് അവർ കടന്നു വരികയും അതിനെ പുലുകയും മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുവാനും അവർക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ ഈ മതനിയമങ്ങളെ സ്വന്തത്തിന് ബുദ്ധിമുട്ടുള്ളതായും സ്വന്തം ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അത് സമ്മതിക്കുന്നില്ല എന്ന കാരണത്താൽ ചിന്തിക്കുന്ന ആളുകൾ, മുസ്ലിം പേരുകളുള്ളവർ പോലും ഇതിനെ പ്രയാസമായി കാണുന്നത് അത് അവരുടെ മാത്രം പ്രശ്നമാണ്. അത്തരം ആളുകൾ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ എടുത്ത് അവർക്ക് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ലൈംഗികാഭാസങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാം ഭാവിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, വമ്പിച്ച പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വന്നതും നമ്മൾ വർത്തമാനകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നന്മകളെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിനെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾ, ഇത്രയും എളുപ്പമായ നിയമങ്ങൾ നമുക്ക് നൽകിയ ഈ ഇസ്ലാമിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്ന് ഓരോ മുസ്ലിങ്ങളും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.